പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വീഴ്ചകൾ തുറന്നു സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും ഭീകരതയെ പരാജയപ്പെടുത്തുന്നതിനും സർക്കാരിന്റെ ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത കക്ഷി നേതാക്കൾ ഉറപ്പു നൽകി. സുപ്രധാന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാതിരുന്നതും ചർച്ചയായി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യൻ പര്യടനം റദ്ദാക്കി മടങ്ങിയ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത ബീഹാറിലെ പരിപാടിക്കാണ് സർവകക്ഷി യോഗത്തേക്കാൾ മോദി പ്രാധാന്യം നൽകിയത്. പ്രധാനമന്ത്രിയുടെ നിലപാടും കശ്മീർ ഭരിക്കുന്ന ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന് യോഗത്തിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ലെന്നതും വിമർശന വിധേയമായി. സുരക്ഷാ സേനയുടെ സാന്നിധ്യം പ്രദേശത്ത് ഇല്ലാതിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരണമായാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതായി കേന്ദ്രം സമ്മതിച്ചത്. സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥൻ നൽകിയ വിശദീകരണത്തിനിടെ ഏപ്രിൽ 20-ന് ബൈസരൻ മൊട്ടക്കുന്നുകൾ തുറന്നു നൽകിയത് അറിഞ്ഞില്ലെന്ന് അറിയിച്ചിരുന്നു. സാധാരണ ജൂണിലായിരുന്നു ഈ മേഖല തുറന്നു നൽകാറുണ്ടായിരുന്നത്. ഇത് ഗുരുതര വീഴ്ചയല്ലേ എന്ന ചോദ്യത്തിന് ആദ്യം വ്യക്തമായ ഉത്തരം നൽകിയില്ല. ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വീഴ്ചയുണ്ടായെന്നും അത് കണ്ടെത്തണമെന്നും പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം പാർലമെന്റ് അനക്സിൽ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, രാജ്യസഭാ നേതാവ് JP നഡ്ഡ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരാണ് സർക്കാർ പ്രതിനിധികളായി പങ്കെടുത്തത്. പഹൽഗാം കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾക്കൊപ്പം പാകിസ്ഥാൻ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളും യോഗത്തിൽ ചർച്ചയായി. പങ്കെടുത്തവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന രീതി ഉണ്ടായില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാം കുറിച്ചെടുക്കുകയായിരുന്നുവെന്നും യോഗാനന്തരം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണം നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തിരിച്ചടി നൽകുമെന്നാണ്. ബീഹാറിൽ ദേശീയ പഞ്ചായത്ത് രാജ് ആഘോഷത്തോട് അനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് മോദിയുടെ ഈ പ്രഖ്യാപനമുണ്ടായത്. ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾ പ്രാബല്യത്തിൽ വരികയായിരുന്നു. ചികിത്സയ്ക്കടക്കം പാക് പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കാനാണ് തീരുമാനം. വിസ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു. സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗം എടുത്ത തീരുമാനങ്ങളെ തുടർന്നാണ് നടപടികൾ ഉണ്ടായത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയ വിസകൾ ഏപ്രിൽ 27-ന് റദ്ദാക്കും. ഏപ്രിൽ 29 വരെ മാത്രമേ മെഡിക്കൽ വിസകൾക്ക് സാധ്യതയുണ്ടാവൂ. എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ വിടണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാരോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകം പാകിസ്ഥാനിലുള്ളവരോട് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ഉന്നത പാകിസ്ഥാൻ നയതന്ത്രജ്ഞർ സാദ് അഹമ്മദ് വാറൈച്ചിനെ ഇന്ത്യ വിളിച്ചു വരുത്തി പെർസോണ നോൺ ഗ്രാറ്റ കൈമാറിയിരുന്നു. പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിനും വിലക്കേർപ്പെടുത്തി. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഇന്ത്യയിലെ സംപ്രേഷണവും നിർത്തി. ഭീകരാക്രമണത്തിനെതിരെ സൈനികമായി തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകളുടെ മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അറബിക്കടലിൽ തദ്ദേശീയമായി വികസിപ്പിച്ച പടക്കപ്പൽ INS സൂറത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുത്തു നടത്തിയ മിസൈൽ പരീക്ഷണം വിജയകരമെന്നും നാവികസേന അറിയിച്ചു. ഇസ്രയേലുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച മിസൈലിന് 70 കിലോമീറ്ററോളമാണ് ദൂരപരിധി. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. പാകിസ്ഥാനും മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. സംഘർഷ സാധ്യത ഉയരുന്നതിനിടെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങി. റഫാൽ യുദ്ധവിമാനങ്ങളുടെ 2 സ്ക്വാഡ് ഡ്രോണുകളുടെയും പരിശീലനാഭ്യാസവും നടന്നു.